ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. ഇന്ന് ഫസ്റ്റ് യൂണിറ്റിലെ ഏറ്റവും ലാസ്റ്റിലെ ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്, ആപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിക്ക് അക്കാഡമിയുടെ അപ്പുറത്തേക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അത് വേരിയസ് ഫീൽഡിലായിരിക്കാം, മെഡിക്കൽ ഫീൽഡിലായിരിക്കാം, ഇൻഡസ്ട്രിയൽ ഫീൽഡിലായിരിക്കാം. അങ്ങനെ നമ്മൾ അത് ഏതൊക്കെയാന്നുള്ളതാണ് എല്ലാവർക്കും ചുമ്മാ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാലും കുറച്ച് സ്പെസിഫിക് ഹെഡ്സ് ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. So, sociology has diverse applications extend beyond academia into practical fields. ഏതൊക്കെയാണ്? ബിസിനസ്, ഹെൽത്ത് കെയർ, urban പ്ലാനിങ്, സോഷ്യൽ വർക്ക് ആൻഡ് പബ്ലിക് പോളിസി. അപ്പോൾ സോഷ്യോളജി എന്നുള്ള ഇൻസൈറ്റ് നമുക്ക് സോഷ്യൽ ഇഷ്യൂസ്, ഈ ഫീൽഡിലൊക്കെയുള്ള സോഷ്യൽ ഇഷ്യൂസിനെ പഠിക്കാനായിട്ടും അവിടുത്തെ ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ്സിനെ കൂട്ടാനായിട്ടും പോളിസി മേക്കിങ്ങിലും അതേപോലെ സോഷ്യൽ വെൽബീയിങ്ങിനെയൊക്കെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യാനും ഉപയോഗിക്കാം എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഇതിനെ ആപ്ലിക്കേഷനായിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് പബ്ലിക് പോളിസി ആൻഡ് സോഷ്യൽ റിഫോം. അപ്പൊ എന്താ പബ്ലിക് പോളിസി എന്നുള്ളത്? ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഹൗസിംഗ് തുടങ്ങിയ വെൽഫെയർ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പോളിസികൾ ഇതിനെക്കുറിച്ച് ഉണ്ടാക്കുമ്പോൾ സോഷ്യോളജിക്കൽ റിസർച്ചിൽ നിന്നുള്ള റിസൾട്ടുകൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതായത് സോഷ്യൽ ഇഷ്യൂസ്, ഇപ്പോൾ പോവേർട്ടി, ക്രൈം, ഇനേക്വാലിറ്റി ഒക്കെ നോക്കുമ്പോഴേക്കും അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അതിന്റെ ഒരു റിസൾട്ട് എന്നുള്ളത് പോളിസി മേക്കേഴ്സിനെ ഇൻഫോം ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഏത് തരത്തിലുള്ള സൊല്യൂഷൻ ആണ് ഇനേക്വാലിറ്റിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഇപ്പോൾ ഇക്വിറ്റി ആണ്, സോഷ്യൽ ഇക്വിറ്റി, ഇക്വാലിറ്റിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ പറയുന്നത് ഇക്വിറ്റി ആണ്. ആർക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള പോളിസി മേക്കേഴ്സിനുള്ള നോളജ് കൊടുക്കാനായിട്ട് നമുക്ക് സോഷ്യോളജി ഒരു ആപ്ലിക്കേഷൻ ആണ്, സോഷ്യോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആണ്. ദെൻ ഹെൽത്ത് കെയർ ആൻഡ് മെഡിസിൻ. മെഡിക്കൽ സോഷ്യോളജിനെ കുറിച്ചിട്ട് ബ്രാഞ്ചസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഹെൽത്തിനെയും ഇൽനെസ്സിനെയും സോഷ്യൽ ഫാക്ടേഴ്സ് ഇമ്പാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിസിൻ ഫീൽഡിലേക്ക് വരുമ്പോഴേക്കും സോഷ്യോളജിയുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ്, ഹെൽത്ത് കെയർ ഡെലിവറി, പേഷ്യന്റ് കെയർ സ്ട്രാറ്റജീസിലൊക്കെ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനെ സോഷ്യൽ വെൽബീയിങ്ങിന് കൂടുതൽ പ്രാപ്തമാക്കുന്ന വിധത്തിൽ എങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സോഷ്യോളജിക്ക് സാധിക്കും. ഇപ്പൊ സോഷ്യോളജിക്കൽ ഇൻസൈറ്റ്സ് ഹെൽപ്പ് ടു ഇംപ്രൂവ് ആക്സസ് ടു ഹെൽത്ത് കെയർ, promote preventive care and address health disparities. ഹെൽത്തിൽ ഡിസ്പാരിറ്റീസ് ഉണ്ട്. ഒരു വിഭാഗത്തിന് എപ്പോഴും ഹെൽത്ത് കൂടുതൽ ബിൽഡ് ചെയ്യാനും കൂടുതൽ കെയർ ചെയ്യാനും അവസരങ്ങളുണ്ട്. മറ്റൊരു വിഭാഗം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിനൈ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളത് സോഷ്യോളജിയുടെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്. ദെൻ ക്രിമിനൽ ജസ്റ്റിസ് ആൻഡ് ലോ. അപ്പൊ എല്ലായിടത്തും ഒരു ഡീവിയൻസ് ഉണ്ട്. സോഷ്യൽ നോംസിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകുന്ന ഇൻഡിവിജ്വൽസ് എല്ലാ സൊസൈറ്റിയിലും ഒരു ഫീച്ചറാണ്. അപ്പൊ സോഷ്യോളജി ക്രൈമിന്റെ കോസസും കോൺസിക്വൻസസും എന്താന്ന് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ അബ്നോർമാലിറ്റി അതെങ്ങനെ വരുന്നു എന്നുള്ളത്, അപ്പോൾ ഈ ലീഗൽ സിസ്റ്റത്തിന്റെ ഫങ്ഷനിങ് എങ്ങനെയായിരിക്കണം, അതേപോലെ ജസ്റ്റിസ് എന്നുള്ളതിനെ ഷേപ്പ് ചെയ്യാനായിട്ടൊക്കെ സോഷ്യോളജി സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ നോളജ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇൻഫോംസ് ക്രിമിനൽ ജസ്റ്റിസ് റിഫോം. ഇപ്പൊ ഓരോ സമൂഹത്തിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലൊക്കെ ചില തകരാറുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കൃത്യമായി പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ക്രിമിനൽ ബിഹേവിയേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ്, പോളിസി ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ക്രിമിനൽ ലോയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സോഷ്യോളജിക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്കോപ്പ് ഉണ്ട്. ദെൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്നുള്ളത് എഡ്യൂക്കേഷണൽ, നമ്മൾ ഹെൽത്തിനെ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷണൽ ആക്സസിനെയും പല വിധങ്ങളായിട്ടുള്ള ഡിറ്റർമിനൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ക്ലാസ്, റേസ്, ജെൻഡർ. അപ്പോൾ ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ പോളിസിനെയും ടീച്ചിങ് പ്രാക്ടീസിനെയും കരിക്കുലം ഡിസൈൻസിനെയും ഒക്കെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ ഉള്ള വിധത്തിൽ ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് സോഷ്യോളജിയിലെ നോളജ് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് ബിസിനസ് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ സോഷ്യോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വർക്ക് പ്ലേസ് ഡൈനാമിക്സ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ്, എംപ്ലോയി റിലേഷൻസ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട്. സോഷ്യോളജിക്കൽ സ്റ്റഡി ഈ ഇൻഡസ്ട്രിയൽ ആസ്പെക്റ്റുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഇൻഫോംസ് ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസ്, corporate culture, organizational restructuring, and efforts to enhance job satisfaction and productivity.
ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ആളുകൾക്ക് വെൽഫെയർ ഉറപ്പാക്കുക, ആളുകളുടെ സോഷ്യൽ വെൽബീയിങ്ങിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണം, എന്തെല്ലാം മാറ്റങ്ങൾ ഉൾപ്പെടുത്തണം, ഇത്തരത്തിൽ ജോബ് സാറ്റിസ്ഫാക്ഷനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതും സോഷ്യോളജിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ദെൻ അർബൻ ആൻഡ് കമ്മ്യൂണിറ്റി പ്ലാനിങ്. അപ്പൊ അർബൻ സോഷ്യോളജി എന്ന് പറയുമ്പോൾ സിറ്റീസിനെ പഠിക്കുന്നു, സബ് അർബനൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, കമ്മ്യൂണിറ്റി ഇഷ്യൂസ്, അർബൻ പ്ലാനിങ്, ഹൗസിംഗ് പോളിസീസ്, ഇങ്ങനെ അർബൻ റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യോളജിക്കൽ ഇൻസൈറ്റ്സ് സസ്റ്റൈനബിൾ, ഇൻക്ലൂസീവ് ആൻഡ് ഫങ്ഷണൽ അർബൻ സ്പേസ്. പലപ്പോഴും നമ്മുടെ അർബൻ സ്പേസുകൾ ഒന്നും ഇൻക്ലൂസീവ് അല്ല, അല്ലെ? ഭയങ്കരമായിട്ടുള്ള മാർജിനലൈസേഷനും സെക്ലൂഷനും ഒക്കെ നടക്കുന്നത് ഈ അർബൻ സ്പേസിൽ നിന്നിട്ടാണ്. അപ്പൊ അവിടങ്ങളിലെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് നമുക്ക് സോഷ്യോളജിക്കൽ ഇൻസൈറ്റ്സ് ഉപയോഗിക്കാം. ദെൻ എൻവയോൺമെന്റൽ സോഷ്യോളജി ഇപ്പൊ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചും കൂടിയാണ്. അതായത് ഇറ്റ് ഫോക്കസസ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എൻവയോൺമെന്റ്. എങ്ങനെയാണ് നമ്മളുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ് എൻവയോൺമെന്റിനെ ഷേപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പൊ അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യാനായിട്ട്, റിസോഴ്സ് മാനേജ്മെന്റിനെ മോഡിഫൈ ചെയ്യാനായിട്ടൊക്കെ. അപ്പൊ ഈ നോളജിനെ നമുക്ക് സസ്റ്റൈനബിൾ പ്രാക്ടീസ് ഡിസൈൻ ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ഉപയോഗിക്കാം. ഇൻഫോം എൻവയോൺമെന്റൽ പോളിസി ആൻഡ് എൻകറേജ് കമ്മ്യൂണിറ്റി ബേസ്ഡ് എൻവയോൺമെന്റൽ ആക്ഷൻ. അല്ലെ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് ഇപ്പൊ നമ്മൾ കൂടുതൽ പറയുന്നത്. ഏതാണോ ആ ഒരു എൻവയോൺമെന്റൽ ഏരിയയിലുള്ള ഒരു കമ്മ്യൂണിറ്റി, അവരുടെ പാർട്ടിസിപ്പേഷനിലൂടെ ആ ഒരു കൺസർവേഷൻ അല്ലെ പ്രിസർവേഷൻ എന്താന്നുള്ളത് സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ സോഷ്യൽ വർക്ക് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. ഇപ്പൊ സോഷ്യോളജിസ്റ്റ് കമ്മ്യൂണിറ്റീസിനെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അവിടുത്തെ സോഷ്യൽ ഇഷ്യൂസ്, പിന്നെ സോഷ്യൽ ഡൈനാമിക്സ്, ഇതെല്ലാം നമുക്ക് അവിടുത്തെ വെൽഫെയർ, സോഷ്യൽ കൊഹേഷൻ, എംപവർമെന്റ്, അതേപോലെ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ആൻഡ് അൺഡിസേർവ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ എൻഹാൻസ് ചെയ്യാനായിട്ടും അവരെ കൂടുതൽ മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ടും ഒക്കെ സോഷ്യോളജിയിലെ നോളജ് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ. ഇപ്പൊ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ബ്രാൻഡ് ലോയൽറ്റി, ട്രെൻഡ്സ് ഇൻ കൾച്ചറൽ കൺസപ്ഷൻ. ഇപ്പൊ ഓരോ സമൂഹത്തിലും ഇപ്പോൾ ആപ്പിൾ എന്നുള്ളത് ഒരു സ്റ്റേറ്റസ് സിമ്പിൾ ആയതുപോലെ ഓരോ സമൂഹത്തിലും അവര് ബ്രാൻഡ് വാല്യൂ കൊടുക്കുന്നത് പല കാര്യങ്ങൾക്കായിരിക്കും. അപ്പൊ അവര് ഈ ഒരു എന്താ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താ ഐഡിയ ആണ് അവരെ ഒരു പ്രത്യേക കൺസ്യൂമർ ബിഹേവിയറിലേക്ക് എത്തിക്കുന്നത് എന്ന് പഠിക്കുന്നത് വഴി നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക്, അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യാനൊക്കെ സോഷ്യോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കൾച്ചർ, ഒരു സമൂഹത്തിന്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റിങ്ങും കൺസ്യൂമർ ഐഡിയൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ദെൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മീഡിയ എന്ന് പറയുമ്പോൾ സോഷ്യോളജിയിലേക്ക് വരുമ്പം ദ റോൾ ഓഫ് മീഡിയ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അല്ലെ, മീഡിയക്ക് വളരെ വലിയൊരു റോൾ ഉണ്ട് കൾച്ചറിനെയും ഐഡന്റിറ്റിനെയും ഒക്കെ ഫോം ചെയ്യുന്നതിൽ. മീഡിയ പ്രൊഡക്ഷനിലേക്കും അഡ്വർടൈസിംഗിലേക്കും കമ്മ്യൂണിക്കേഷൻസിലേക്കും ഒക്കെയുള്ള കണ്ടന്റ് കൊടുക്കാനായിട്ട് സോഷ്യോളജിക്ക് പറ്റും. ദാറ്റ് റിഫ്ലെക്ട്സ് ഓർ ചാലഞ്ചസ് സൊസൈറ്റൽ നോംസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ പബ്ലിക് ഒപ്പീനിയനെയും സൊസൈറ്റൽ നോംസിനെയും സ്വാധീനിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പ്രത്യേക ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ മീഡിയയിൽ ആ ചേഞ്ച്, മീഡിയ ത്രൂ നമുക്ക് ആ ചേഞ്ച് കൊണ്ടുവരാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം ആളുകളുടെ പബ്ലിക് ഒപ്പീനിയനെ ഷേപ്പ് ചെയ്യുന്നതിൽ മീഡിയയ്ക്ക് വലിയൊരു റോൾ ഉണ്ട്. കൂടാതെ അഡ്വർടൈസിംഗും ഇവിടെ മെൻഷൻ ചെയ്യണം. ദെൻ ഗ്ലോബൽ ഡെവലപ്മെന്റ്. ഇപ്പൊ ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ സോഷ്യോളജി എന്നുള്ളത് ഒരു ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതായത് സോഷ്യൽ സ്ട്രക്ചർ, കൾച്ചറൽ നോംസ് അക്രോസ് നേഷൻസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നമുക്ക് ഗ്ലോബൽ ഇഷ്യൂസ് ആയിട്ടുള്ള പോവേർട്ടി, ഹ്യൂമൻ റൈറ്റ്, എഡ്യൂക്കേഷൻ ഒക്കെ പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗദർശനം നൽകുന്നതായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ സോഷ്യോളജിയുടെ ഒരു എബിലിറ്റിയാണ് to interpret social behavior and group dynamics and systematic issues. അപ്പൊ ഇതിനൊക്കെ സോഷ്യോളജി അഡ്രസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അതാണ് എന്ത് വരുന്നത്, ക്രൂഷ്യൽ ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ് ഇൻ മെനി പ്രൊഫഷണൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഓക്കെ,
നമ്മൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തത് അക്കാദമിക്ക് പുറത്ത് ഏതെല്ലാം പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റുകളിൽ സോഷ്യോളജിക്ക് അപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യോളജി ഒരു പോസിറ്റീവ് സോഷ്യൽ ചേഞ്ച്, ഇപ്പം നമ്മൾ പറഞ്ഞ മീഡിയ ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ദെൻ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, പല ബിസിനസ് ആയിക്കോട്ടെ, പല ഫീൽഡ് പറഞ്ഞു. ഇവിടങ്ങളിലൊക്കെ പോസിറ്റീവ് സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എൻഡ് റിസൾട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിരവധി അപ്ലിക്കേഷൻസ് നമുക്ക് ഈ സോഷ്യോളജിക്കൽ ഇൻസൈറ്റിനുണ്ട് എന്നുള്ളതാണ് ഈ ടോപ്പിക് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യോളജി എന്നുള്ളത് ഏതെല്ലാം മേഖലകളിലാണ്, ഇപ്പൊ നമ്മൾ വർക്ക് പ്ലേസ് പറഞ്ഞു, മെഡിക്കൽ ഹെൽത്ത് റിലേറ്റഡ് പറഞ്ഞു, അവിടങ്ങളിലേക്കൊക്കെ ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു ആസ്പെക്ട് ഓഫ് സോഷ്യൽ ലൈഫിനെ എൻട്രി ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൂടുതൽ മോഡിഫൈ ചെയ്യാൻ, സസ്റ്റൈനബിൾ ആയിരിക്കാനൊക്കെ ഏത് തരത്തിലാണ് ഈ സബ്ജക്റ്റിന്റെ നോളജിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫഷണൽ ഫീൽഡ് അതിലെ സോഷ്യോളജിയുടെ ആപ്ലിക്കേഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എക്സാമിന് അപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യോളജി ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വായിക്കുക. താങ്ക് യു.